ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള വിവരണം ശ്രീ ജോ ജോസഫ് തായങ്കരി നൽകും. നന്ദി പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ. താഴത്തങ്ങാടി ട്രോഫിക്ക് വേണ്ടിയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം പേരുന്ന താഴത്തങ്ങാടി ട്രോഫിക്ക് വേണ്ടിയുള്ള വാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിക്കുന്നു. രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. ഇല്ലിക്കുളവും ജവഹർ തായങ്കരിയും ഇവിടെ വളരെ വാശിയേറിയ ഒരു പോരാട്ടം. ഒന്നാമത്തെ ട്രാക്കിൽ ഇല്ലിക്കുളം, രണ്ടാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി. 8 ചുണ്ടൻ വള്ളങ്ങളെ, 8 കളിവള്ളങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഇതാ 2 കരിനാഗങ്ങളെ പോലെ 2 ജലരാജാക്കന്മാർ കടന്നു വരുന്നു. വളരെ മനോഹരമായ, വളരെ ശക്തമായ 2 ടീമുകൾ. കോട്ടയത്തിന്റെ സമീപ പ്രദേശങ്ങളുള്ള താഴത്തങ്ങാടിയുടെ തൊട്ടടുത്തുള്ള കുമരകംകാർ തുഴയുന്ന കക്കാവാരുകാരും കർഷക തൊഴിലാളികളുമായുള്ള കുമരകക്കാർ തുഴയുന്ന ചരിത്രത്തിന്റെ ഒരു 100 കഥകൾ പറയുവാനുള്ള കുമരകം ടീം തുഴയുന്ന 2 കളിവള്ളങ്ങൾ. ഒന്നിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, ഒന്നിൽ കുമരകം വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. അങ്ങനെ മനോഹരമായ ഒരു പോരാട്ടം. ഇതാ സ്ഥിരവൈരികൾ നാട്ടുകാർ തമ്മിൽ മത്സരിക്കുമ്പോൾ, നാട്ടുകാർ തമ്മിൽ പോരാടുമ്പോൾ, നാട്ടുകാർ തമ്മിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും വാശി കൂടും, തീർച്ചയായും വൈരാഗ്യം കൂടും, തീർച്ചയായും ആവേശം കൂടും. അതുകൊണ്ട് തന്നെ വാശിയേറിയൊരു പോരാട്ടം. ഇഞ്ചോടിഞ്ച് പരിധി അവരുടെ വിജയവും പരാജയവും അറിയാവുന്ന ആളുകൾ, അവരുടെ ഗുണവും ദോഷവും അറിയാവുന്ന ആളുകൾ. 2 ടീമുകൾ, അയൽവക്കക്കാരായ 2 ടീമുകൾ, ഒരേ നാട്ടിൽപ്പെട്ട 2 ടീമുകൾ ഇല്ലിക്കുളത്തിലും ജവഹർ തായങ്കരിയിലും തുഴഞ്ഞു കടന്നു വരുമ്പോൾ ഏത് വള്ളം ജയിക്കുമെന്ന് ഇനി പറയുവാൻ കഴിയില്ല. അതുപോലെ മനോഹരമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലുള്ള ഇല്ലിക്കുളമാണോ, രണ്ടാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയാണോ, ഏത് വള്ളമാണ് പറയുവാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു മത്സരം നടക്കുന്നു. അത് അതിശോക്തിയല്ല, ഇത് ഇഞ്ചുകളുടെ ഒരു പോരാട്ടമാണ്. വള്ളപ്പാടുകളെന്ന് വള്ളംകളി ഭാഷയിൽ പറയാം, പക്ഷേ തുഴപ്പാടുകളെന്ന് വള്ളംകളി ഭാഷയിൽ പറയാം. പക്ഷേ ഇത് ഇഞ്ചുകളുടെ ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു ഇല്ലിക്കുളം വള്ളം. ഇല്ലിക്കുളം വള്ളം സജു ജബോയുടെ നേതൃത്വത്തിൽ. രണ്ടാമത്തെ ട്രാക്കിൽ കുമരകം ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്നു PR കുമാറിന്റെ നേതൃത്വത്തിൽ ജവഹർ തായങ്കരിയിൽ. വളരെ മനോഹരമായ ഒരു പോരാട്ടമാണ് ഈ 2 കളിവള്ളങ്ങൾ കാഴ്ചവെക്കുന്നത്. സ്ഥിരമായി നെഹ്റു ട്രോഫിയിൽ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന ജവഹർ തായങ്കരി രണ്ടാമത്തെ ട്രാക്കിൽ കൂടെ കടന്നു വരുന്നു. ഇല്ലിക്കുളം കുമരകംകാരുടെ സ്വന്തമായ ഇല്ലിക്കുളം വള്ളം, നാട്ടുകാരുടെ വള്ളമായ കുമരകം വള്ളം, കുമരകംകാർ തുഴയുന്ന വള്ളം ഇല്ലിക്കുളം. 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഇല്ലിക്കുളവും ജവഹർ തായങ്കരിയും തമ്മിൽ അത്യുജ്വലമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഇതാ ജവഹർ തായങ്കരിയാണോ അല്പം മുമ്പിൽ എന്ന് പറയുവാൻ കഴിയില്ല. അല്ല, ഇല്ലിക്കുളവും നാട്ടുകാർ തമ്മിൽ അത്യുജ്വലമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നു. ജവഹർ തായങ്കരി തന്നെ, അതെ, ജവഹർ തായങ്കരി. ഇഞ്ചുകൾക്ക് മുമ്പിൽ ജവഹർ തായങ്കരിയാണോ അതോ ഇല്ലിക്കുളമാണോ? 2 വള്ളം നേത്രങ്ങൾക്ക് കൊണ്ട് പറയുവാൻ കഴിയാത്ത രീതിയിൽ ജവഹറും ഇല്ലിക്കുളവും തമ്മിലുള്ള ഒരു പോരാട്ടം, വളരെ മനോഹരമായ ഒരു പോരാട്ടം. ആരാണ്, ജവഹറാണോ ഇല്ലിക്കുളമാണോ, ആരാണ് എന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത രീതിയിൽ വളരെ മനോഹരമായ ഒരു പോരാട്ടമായിരുന്നു. വില്ലേജ് ബോട്ട് ക്ലബ്ബുകാരാണോ ടൗൺ ബോട്ട് ക്ലബ്ബുകാരാണോ, ആരാണ് വിജയിച്ചത്? അല്പം തൂക്കം ജവഹർ തായങ്കരിക്കാണോ അല്ല ഇല്ലിക്കുളത്തിനാണോ എന്ന് ഔദ്യോഗികമായി ഏതായാലും ജഡ്ജസ് പറയട്ടെ. ഏത് വള്ളമാണ് എന്ന് ഔദ്യോഗികമായി പറയട്ടെ. ഏത് വള്ളം? വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നു. ജവഹർ തായങ്കരി തന്നെ, ജവഹർ തായങ്കരി വളരെ മനോഹരമായ ഒരു പോരാട്ടത്തിലൂടെ 6ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി, 2ാം നമ്പർ വള്ളം ഇല്ലിക്കുളം. ഏത് വള്ളമാണെന്ന് ജഡ്ജസ് പറയത്തക്ക രീതിയിൽ വളരെ ആലപ്പുഴയിലെ ഫിനിഷിങ്ങിനെ വെല്ലുന്ന രീതിയിൽ മനോഹരമായ ഒരു പോരാട്ടമാണ് ഈ കുറി ഈ താഴത്തങ്ങാടി ആറ്റിൽ ഈ കളിവള്ളങ്ങൾ കാഴ്ചവെച്ചത്. വീണ്ടും നമുക്ക് റീപ്ലേ കാണാം. 6ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി, 2ാം നമ്പർ വള്ളം ഇല്ലിക്കുളം. വളരെ മനോഹരമായ ഒരു പോരാട്ടം. ടൗൺ ബോട്ട് ക്ലബ്ബുകാരാണോ വില്ലേജ് ബോട്ട് ക്ലബ്ബുകാരാണോ, ഏതായാലും കുമരകംകാരാണ്, ഏതായാലും വിജയം കോട്ടയംകാർക്കാണ്. വളരെ മനോഹരമായ ഒരു പോരാട്ടം. ഏത് വള്ളമാണ് എന്ന് പറയുവാൻ കഴിയാത്ത രീതിയിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം. ഇപ്പോൾ ലീഡ് 6ാം നമ്പർ വള്ളം ജവഹറും 2ാം നമ്പർ വള്ളം ഇല്ലിക്കുളവും തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം. ഏതായാലും